കലാഭവൻ മണിയുടെ മൃതദേഹ പോസ്റ്റ്മോർട്ടം നടപടികൾ 11 മണിയോടുകൂടി പൂർത്തിയാകും. അതിനുശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. അതിനുശേഷം സംഗീത നാടക അക്കാദമി ഹാളിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും. അവിടെ നിന്നും വിവരങ്ങളുമായി ദിൽജിത്ത് ചേരുന്നുണ്ട്. ദിൽജിത്ത്, ഒരു നാടിന്റെ വലിയൊരു ദുഃഖമായി മാറിയിരിക്കുകയാണ് ഇന്നലെ ഒരു ദിവസം. ഇപ്പോൾ തന്നെ അദ്ദേഹത്തെ കാണാനായി തന്നെ ഒരുപാട് പേർ അവിടെ എത്തിയിട്ടുണ്ടോ? അവിടെ നിന്നുള്ള വിവരങ്ങൾ എങ്ങനെയാണ്? സൗമ്യ, തീർച്ചയായും ചാലക്കുടിയിൽ നിന്ന് ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ആ രീതിയിൽ ഓട്ടോറിക്ഷ തൊഴിലാളിയായി കലാരംഗത്തേക്ക് കടന്നു വന്ന കലാകാരനാണ് കലാഭവൻ മണി. തികച്ചും യാദൃച്ഛികമായി മിമിക്രി രംഗത്തേക്കും തുടർന്ന് നാടൻ പാട്ട് രംഗത്തേക്കും സിനിമാ രംഗത്തേക്കും എല്ലാം കടന്നു വന്നപ്പോഴും ഒരു സെലിബ്രിറ്റി എന്ന നിലയിൽ ഒരു താരജാടകളും കാണിക്കാതെ സാമൂഹ്യ രംഗത്തുമെല്ലാം തന്നെ നാട്ടുകാരോടുമെല്ലാം തന്നെ ആ രീതിയിലുള്ള ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്നതിൽ വളരെ ശ്രദ്ധ ചെലുത്തിയിരുന്ന വ്യക്തിത്വമാണ് കലാഭവൻ മണിയുടേത്. കലാഭവൻ മണിയുടെ വേർപാടിനോട് നാട് ഏറെ സങ്കടകരമായ രീതിയിലാണ് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ചാലക്കുടിയിൽ അദ്ദേഹത്തിന് ഏറെ സ്വീകാര്യതയാണ് ഉള്ളത്. അദ്ദേഹം ജനിച്ചു വളർന്ന നാട് ഒരു സിനിമാ ലോകത്തേക്ക് എത്തിയ സമയത്ത് പോലും ചാലക്കുടിയെ വിട്ടുപോകാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. പ്രത്യേകിച്ച് ചാലക്കുടിക്കാരുടെ ഏത് ആവശ്യങ്ങൾക്കും അദ്ദേഹം മുമ്പോട്ട് നിൽക്കുന്ന ഒരു സഹകരണ മനോഭാവമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അദ്ദേഹം നടൻ എന്നതിൽ ഉപരിയായി മിമിക്രി കലാകാരൻ, അതുപോലെ തന്നെ കഥാകൃത്ത്, അതുപോലെ തന്നെ നാടൻപാട്ട് കലാകാരൻ എന്നീ നിലകളിലെല്ലാം തന്നെ പ്രശസ്തനായിരുന്നു. അതോടൊപ്പം തന്നെ 2 സിനിമകൾക്ക് സംഗീത സംവിധാനം നിർവഹിക്കാനും അദ്ദേഹത്തിനായിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ അദ്ദേഹം ചെയ്ത സിനിമകളും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ നാടൻ പാട്ടുകളും എല്ലാം തന്നെ ആളുകൾ വളരെ തന്മയത്വത്തോടുകൂടി തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഏതായാലും അദ്ദേഹത്തോട് വ്യക്തിബന്ധം പുലർത്തുന്ന നിരവധി ആളുകളാണ് ഇപ്പോൾ പൊതുദർശനത്തിനായി എത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഒരുപക്ഷെ ദിൽജിത്ത് ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഒരു സിനിമാ നടൻ അല്ലെങ്കിൽ ഒരു നാടൻപാട്ട് കലാകാരൻ എന്നൊക്കെയുള്ള നിലകൾക്ക് അപ്പുറത്തേക്ക് തങ്ങളുടെ ഇടയിൽ എല്ലാ കാര്യങ്ങൾക്കും ഇടപെട്ടിരുന്ന, തങ്ങളുടെ ഇടയിൽ ഒരു സഹോദരനെ പോലെ എല്ലാ ആവശ്യങ്ങൾക്കും ഒരു വെളിപ്പാട് അകലെ നിന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നു കലാഭവൻ മണി, പ്രത്യേകിച്ച് ആ പ്രദേശത്തുള്ളവർക്ക്. അതുകൊണ്ട് തന്നെ അവരുടെ ഈ ഒരു ദുഃഖം എങ്ങനെയാണ് അവർ പങ്കുവെക്കുന്നത്? തീർച്ചയായും സൗമ്യ, അതിലേക്ക് വരാം. കലാഭവൻ മണിയുടെ സുഹൃത്തും നാട്ടുകാരനും എല്ലാം തന്നെയായ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനുമെല്ലാം തന്നെയായ CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം UP ജോസഫ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. കലാഭവൻ മണിയുമായിട്ടുള്ള ഓർമ്മകൾ എത്രത്തോളം, അദ്ദേഹം ഒരു കലാകാരൻ എന്നതിലുപരി ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്ന രീതിയിൽ ഏതൊക്കെ തരത്തിലാണ് ചാലക്കുടിക്കാർക്ക് ഏത് രീതിയിൽ അദ്ദേഹം സ്വീകാര്യനായിരുന്നു? മണിയുടെ വേർപാട് വളരെ ഞെട്ടലോടുകൂടിയാണ് ഞങ്ങളെല്ലാം കേട്ടത്. അകാലത്തും അപ്രതീക്ഷിതവുമാണ്. ചാലക്കുടിയിലെ പൊതുജീവിതത്തിൻ്റെ, ട്രേഡ് യൂണിയൻ പ്രവർത്തനത്തിൻ്റെ മുതൽ സാംസ്കാരിക തലം വരെയുള്ള എല്ലാ തലങ്ങളിലും ഏതെങ്കിലും തരത്തിലുള്ളൊരു കയ്യൊപ്പ് എപ്പോഴും മണിയുടേത് ഉണ്ടായിരുന്നു. ഒരു സാധാരണ മിമിക്രി കലാകാരൻ എന്നിടത്തുനിന്ന് വലിയ ഒരു നടൻ എന്ന ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങളൊക്കെ നേടുന്ന ഒരു നടനായി മാറുമ്പോഴും ചാലക്കുടിക്കാർക്ക് എപ്പോഴും ചാലക്കുടിയുടെ മണിയാണ്. എല്ലാ പ്രായക്കാരും ഒരുപോലെ മണി എന്ന് തന്നെ പിന്നെ വിളിക്കുന്ന, എല്ലാ പ്രായക്കാരുമായി ഒരുപോലെ സംവദിക്കുന്ന, വളരെ സാധാരണ മനുഷ്യർ മുതൽ വലിയ സാംസ്കാരിക ഔന്നത്യത്തിലുള്ളവരോട് വരെ ഒരേ വേവ് ലെങ്തോടുകൂടി, ഒരേ ഊഷ്മളതയോടുകൂടി പെരുമാറുകയും സ്നേഹിക്കുകയും സഹായിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. ചാലക്കുടിയിലെ എല്ലാ തരം സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തനങ്ങളെയും, എല്ലാ തരം പാവപ്പെട്ടവരുടെ പ്രശ്നങ്ങളിലൊക്കെ ഇടപെടുകയും സാമ്പത്തികമായും അല്ലാതെയും ഒക്കെ സഹായിക്കുന്ന ഒരു പിന്നെ സജീവമാണ്. ചാലക്കുടി ആണ് ഹൃദയം, ജീവൻ എല്ലാം എപ്പോഴാണ്. പിന്നെ സിനിമയും ഷൂട്ടിങ്ങും ഒക്കെയായി നാട്ടിൽ എവിടെ സഞ്ചരിക്കുമ്പോഴും രാജ്യത്തിന് പുറത്ത് സഞ്ചരിക്കുമ്പോഴും ഒക്കെ ചാലക്കുടിയുടെ ഒരു ഹൃദയത്തുടിപ്പ് എപ്പോഴും മണി അനുഭവിച്ചിരുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പൊതുപ്രവർത്തനത്തിൻ്റെ എല്ലാ തലങ്ങളിലും മണി ഞങ്ങളുടെ കൂടെയുള്ള സഹപ്രവർത്തകനായിരുന്നു. ഒരു സാധാരണ തൊഴിലാളി, സാധാരണ പിന്നെ ട്രേഡ് യൂണിയൻ പ്രവർത്തകൻ, ഒരു പാർട്ടി പിന്നെ പ്രവർത്തകൻ എന്ന നിലയിൽ നിന്നൊക്കെ ഈ തിരക്കിട്ട അഭിനയത്തിൻ്റെയും ജീവിതത്തിൻ്റെയും ഒക്കെ ഭാഗമായി ആ പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നു എന്നുള്ളതല്ലാതെ എപ്പോഴും തൻ്റെ പക്ഷം എന്താണ് എന്ന് പറയുന്നതിന് ഒരു മടിയുമില്ല. എന്നാൽ തൻ്റെ പക്ഷത്തിന് അപ്പുറമുള്ളതിനെ ഒന്നും സ്വീകരിക്കാത്ത വിധമുള്ള യാന്ത്രിക സമീപനത്തിലല്ല. എല്ലാ അഭിപ്രായക്കാരെയും എല്ലാ വിഭാഗം ആളുകളെയും ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്ന, ഏത് പ്രതിസന്ധിയെയും വളരെ ഒരു പ്രത്യേക രീതിയിൽ നേരിടാനുള്ള, ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ പേരിൽ ഉയർന്നു വന്ന ചില കേസുകൾ, പ്രശ്നങ്ങൾ, അതൊക്കെ
അതിനോടൊന്നും ഒരു വിദ്വേഷത്തിൻ്റെ ഒരു അംശവും കൂടാതെ വളരെ സ്നേഹത്തോടെ സൗമ്യമായി ആ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാനൊക്കെ ഉണ്ട്. ഒരുപക്ഷെ ജീവിതത്തിൽ ഏറ്റവും സാധാരണക്കാരനായ ഒരു മനുഷ്യൻ ഇങ്ങനെ ഒരു ഔന്നത്യത്തിലേക്ക് എത്തി പല തലങ്ങളിലും അദ്ദേഹത്തോട് വിവേചനപരമോ മറ്റെന്തോ തരത്തിലുള്ള വിദ്വേഷപരമോ ആയിട്ടുള്ള പെരുമാറ്റങ്ങളുണ്ട് എന്ന് സംശയിക്കപ്പെടുമ്പോഴും അതൊന്നും വക കൊടുക്കാതെ, അതിനൊന്നും ചെവി കൊടുക്കാതെ, അതൊന്നും അവഗണിച്ചുകൊണ്ട് ഒരു സാധാരണ മനുഷ്യനായി പ്രവർത്തിച്ച ഇതാണ്. മറ്റ് കാര്യങ്ങളെ സംബന്ധിച്ചൊന്നും ഇപ്പോൾ നമുക്ക് ചെയ്യാനില്ല. ചാലക്കുടിയിലും തൃശ്ശൂരിലും എല്ലാവരും മലയാളികൾ എവിടെയെല്ലാം ഉണ്ടോ മണിയുടെ ആരാധകരെല്ലാം വളരെ ദുഃഖത്തിലാണ്, സങ്കടത്തിലാണ്. മെഡിക്കൽ കോളേജിൽ നിന്ന് കൊണ്ടുവരുന്ന വഴിയിൽ സംഗീത നാടക അക്കാദമി സാംസ്കാരിക ലോകത്തിൻ്റെ ആദരം ഈ തൃശ്ശൂരിലെ സംഗീത നാടക അക്കാദമിയിലാണ് ഞങ്ങൾ അർപ്പിക്കുന്നത്. തുടർന്ന് ചാലക്കുടിയിലെ പൊതുദർശനത്തിന് വെക്കുന്നുണ്ട് മുനിസിപ്പൽ കോമ്പൗണ്ടിനകത്ത്. ചാലക്കുടിയിലെ തൻ്റെ പദമുദ്ര പതിച്ച് തുടങ്ങിയ തൻ്റെ ബാല്യവും കൗമാരവും എല്ലാം പിന്നിട്ട സാംസ്കാരിക പ്രവർത്തനം തുടങ്ങിയ ചാലക്കുടിയിലാണ് അന്ത്യവിശ്രമം ഏർപ്പാട് ചെയ്തിട്ടുള്ളത്. എല്ലാ തുറകളിലുമുള്ള ആളുകൾ ഇപ്പോൾ മുളങ്ങുന്നത്തുകാവിലും തൃശ്ശൂരിലും ചാലക്കുടിയിലുമൊക്കെയായി വന്നു ചേർന്ന് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലും അദ്ദേഹം തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ അല്ലെങ്കിൽ സർവ്വ ആളുകൾക്കും തൻ്റെ സഹായം എത്തിക്കാനായി അദ്ദേഹം സിനിമാ രംഗത്ത് സജീവമായിരുന്ന സമയത്ത് തന്നെ ശ്രമിച്ചിരുന്നു. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്ത് അദ്ദേഹം ഏറെ വെല്ലുവിളികൾ ഏറ്റെടുത്തുകൊണ്ടാണ് മുമ്പോട്ട് വന്നത്. പ്രത്യേകിച്ച് സാമ്പത്തിക ഭദ്രത ഇല്ലാത്ത ഒരു കുടുംബത്തിൽ നിന്ന് എത്തി വെല്ലുവിളികളെ നേരിട്ട് സ്വയം അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊണ്ട് ഓട്ടോറിക്ഷ തൊഴിലാളിയായി അതിൽ നിന്നൊക്കെ ഉയർന്നു വന്ന ഒരു കലാകാരനാണ് കലാഭവൻ മണി. പ്രത്യേകിച്ച് അത്തരത്തിൽ ആ ഒരു സാഹചര്യത്തിൽ വളർന്നു വരുന്ന നിലവിലെ ഒരു തലമുറയുടെ ഒരു അവരോട് സഹാനുഭൂതി കാണിക്കാനും അവരെ സഹായിക്കാനും അവരെ മുകൾ തട്ടിലേക്ക് കൈപിടിച്ചു വരുത്താനും എല്ലാം നിരവധി പ്രവർത്തനങ്ങൾ കലാഭവൻ മണിയുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ചാലക്കുടിയിലും പരിസര പ്രദേശങ്ങളുമായിട്ടുള്ള അനാഥാലയങ്ങളും മറ്റും കേന്ദ്രീകരിച്ചുള്ള നിരവധി സാമൂഹ്യ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ ചാലക്കുടി പോലീസ് സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള നിരവധി സർക്കാർ സ്ഥാപനങ്ങൾക്ക് കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിനും മറ്റുമുള്ള സഹായങ്ങൾ, അങ്ങനെ ഒട്ടനവധി സാമൂഹ്യ പ്രവർത്തനങ്ങളാണ് അദ്ദേഹം ചാലക്കുടിക്കാർക്കായി മാറ്റി വെച്ചത്. അദ്ദേഹം സിനിമാ നടനായി കഴിഞ്ഞ ശേഷവും നാട്ടിലെത്തുമ്പോൾ തൻ്റെ സുഹൃത്തുക്കൾക്കൊപ്പം സമയം ചെലവഴിക്കാനും അതേ ഓട്ടോറിക്ഷ തൊഴിലാളി അല്ലെങ്കിൽ ആ ഒരു നിലവാരത്തിലേക്ക് എത്തി അവർക്കൊപ്പം പ്രവർത്തിക്കാനും മറ്റ് മേഖലകളിലേക്ക് പ്രവർത്തിക്കാനും എല്ലാം സമയം കണ്ടെത്തുന്ന വ്യക്തിത്വമായിരുന്നു. അതോടൊപ്പം തന്നെ പ്രതിസന്ധികൾ നേരിടുന്ന സഹപ്രവർത്തകരെ, പ്രത്യേകിച്ച് ഇന്നസെൻറ്റിനെ പോലുള്ളവർ അദ്ദേഹത്തെക്കുറിച്ച് ഓർമ്മിക്കുന്ന വാക്കുകൾ ഇന്നലെ പുറത്തു വന്നിരുന്നു. കാരണം ഇന്നസെൻറ്റും രോഗം മൂർച്ഛിച്ച് ആശുപത്രിയിൽ കഴിയുന്ന കാലത്തും ഒക്കെ ഏറ്റവും സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നിരുന്നത് കലാഭവൻ മണി ഉൾപ്പെടെയുള്ള ആളുകളാണ് എന്നാണ് അദ്ദേഹം ഇന്നലെ എടുത്തു പറഞ്ഞത്. അത്തരത്തിൽ സഹപ്രവർത്തകർക്കെല്ലാം തന്നെ ആത്മവിശ്വാസം പകരാനും അവർക്ക് ഒപ്പം നിൽക്കാനും എല്ലാം തന്നെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇന്നസെൻ്റ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച കാലത്തെല്ലാം തന്നെ ഇലക്ഷൻ പ്രചരണത്തിൻ്റെ എല്ലാം മേൽക്കൈ ഏറ്റെടുക്കാനും മേൽനോട്ടം വഹിക്കാനും എല്ലാം തന്നെ കലാഭവൻ മണി സമയം കണ്ടെത്തിയിരുന്നു. അത്തരത്തിൽ ഒപ്പം പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകർക്കെല്ലാം തന്നെ ഒരു വളരെ നല്ലൊരു സൗഹൃദ അന്തരീക്ഷം ഉണ്ടാക്കാനും, പ്രത്യേകിച്ച് സിനിമാ മേഖലകളിലെത്തിയാലും അദ്ദേഹത്തിൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ ഈ സിനിമയ്ക്കുള്ളിൽ കാണുന്നത് പോലെ തന്നെ അദ്ദേഹം ഒരു ഹാസ്യ കഥാപാത്രം തന്നെയായിരുന്നു എന്നാണ് സിനിമാ രംഗത്തു നിന്നുള്ളവർ അദ്ദേഹത്തെക്കുറിച്ച് അനുസ്മരിക്കുന്നത്. അത്തരത്തിൽ വളരെ നല്ല ഒരു അന്തരീക്ഷം നിലനിർത്താനും സൗഹൃദങ്ങൾ കെട്ടിപ്പടുക്കാനും അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു. ഏതായാലും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വിയോഗ വാർത്തയറിഞ്ഞ് ഇപ്പോൾ ഈ പൊതുദർശനം നടക്കുന്ന ഹാളിലേക്ക് നിരവധി സാമൂഹ്യ രാഷ്ട്രീയ കലാരംഗങ്ങളിലെ പ്രമുഖർ അദ്ദേഹത്തിൻ്റെ മൃതദേഹത്തിൽ അന്തിമോപചാരം അർപ്പിക്കാനായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. സൗമ്യ, ദിൽജിത്താണ് തൃശ്ശൂർ സംഗീത നാടക അക്കാദമിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. 11 മണിയോടുകൂടി കലാഭവൻ മണിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടുനൽകും. അതിനുശേഷം തൃശ്ശൂർ നാടക അക്കാദമി അവിടെ പൊതുദർശനത്തിന് വെക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്.